ലത്തീഫെ, നമ്മുടെ പ്രിയപ്പെട്ട അഹമ്മദ് നൂറുൽ ഹബീബ് എന്ന ആറ്റക്കോയ തങ്ങളെ പറ്റി നിങ്ങൾക്കറിയില്ലേ? അപ്പൊ ആറ്റക്കോയ തങ്ങളെ ഒരു വോയിസ് ഇറങ്ങിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാല് ആറ്റക്കോയ തങ്ങള് 3000 ഉറുപ്പ്യ ഷിഹർ ബാധിച്ചവർക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് 3500 ഉറുപ്പ്യ തൽക്കാലത്തേക്ക്, പിന്നെ കൂടുതലാണെങ്കിൽ മരിക്കോളത്തേക്കാണെങ്കിൽ 7500 ഉറുപ്പ്യ. അപ്പൊ ഈ 3500 ഉറുപ്പ്യൊക്കെ ചെയ്തിട്ടാകുമ്പോ അപ്പൊ അയാൾ പെട്ടെന്ന് തട്ടിപ്പോയെങ്കിൽ എന്താവും? തട്ടിപ്പോയിന് അയാൾക്ക് അത്രയും ലാഭമോ? ആർക്ക് ലാഭം? അല്ലാതെ അല്ലടേ, 3500 ഉറുപ്പ്യ അല്ലേ പറഞ്ഞത്? അത് തൽക്കാലത്തേക്ക്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് പിന്നെ മരിക്കോളത്തേക്കാണെങ്കിൽ എത്രയെന്ന് വെച്ചാല് 7500. ആ വോയിസ് ഉണ്ട്. ആ വോയിസ് നിങ്ങൾ കേൾപ്പിക്കുക. ആ വോയിസ് നീ കേട്ടതാ? അത് മറ്റുള്ളൊന്നും പറയണ്ട. അത് നമ്മളെ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നം കാണുന്നു. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട് അള്ളാഹു കാക്കട്ടെ. നിങ്ങളിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യാൻ 3000 ചില ഉറപ്പ് വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോകത്തിന്റെ തകട് ചെയ്യാൻ ഒരു ഗ്രാമഗ്രഹമാണ് ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് 7800 ഉറുപ്പ്യവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. ഇത് പാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അത് പറയുന്ന വെച്ചാൽ മരിക്കോത്തേക്ക് നിങ്ങൾക്ക് ഒരു ഷെയറുണ്ട്. അപ്പൊ ഈ 3500 ഉറുപ്പ്യ ആക്കിയിട്ടില്ലേ, നീ കുറച്ചും കൊടുക്കണം. ഈ 3500 ഉറുപ്പ്യ ആക്കിയിട്ട് അപ്പൊ പെട്ടെന്ന് ആക്കിയ ആള് ഇതായിപ്പോയെങ്കിൽ കുറച്ചും കൊടുവാ. തട്ടിപ്പോയെങ്കിലാ തട്ടിപ്പോയാണെങ്കിൽ ആറ്റക്കോയക്ക് അത്ര ലാഭം അല്ല. ഇപ്പൊ അതിന് ശേഷം ആറ്റക്കോയ വേറൊരു വോയിസ് വന്നിട്ടുണ്ട്. എന്തെന്നറിയോ? ആറ്റക്കോയ പറഞ്ഞ് 54,000 ആൾക്കാര് നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവോന്നിട്ട് മറ്റൊക്കെ തങ്ങൾ ലൈവില് ഇത് കേൾക്കുങ്ങൾ. പിന്നെ ഒരു വേറൊരു കാര്യം പറയാൻ കേട്ടോ, പ്രത്യേകമായിട്ടൊരു കാര്യം പറയണ്ട. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഭർത്താവ് കൂട്ടിക്കൊണ്ടു പോകുമ്പോ പണ്ടോ പൈസ കിട്ടോ? ഇതിലൊന്നും നടക്കും. നടക്കട്ടെ. കൊടക്കാട് മണ്ണ് പൊന്ന കേട്ടോ. കൊടക്കാട് മണ്ണ് പൊന്നെ. കാരണം വെച്ചാലില്ലേ, കൊടക്കാടുന്നല്ല ഈ തങ്ങളിപ്പോ ഇത്രയല്ല പൈസ ഉണ്ടാക്കിയത്. പക്ഷേ ഇല്ലേ, നമ്മ കളിയാക്കുന്നല്ല കേട്ടാ. പക്ഷെ തങ്ങളെ ഞാൻ ഒരിക്കലും കളിയാക്കില്ല. പക്ഷെ ഒരു ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞമ്മ കളിയാക്കുന്നില്ല. ഇതാ എന്ത് പറഞ്ഞ മനസ്സിലായില്ല. ഒരു മിനിറ്റ്, പിന്നെ വീണ്ടും കേട്ടങ്ങളെന്ന്. പിന്നെ ഒരു വേറൊരു കാര്യം പറയാൻ കേട്ടോ, പ്രത്യേകമായിട്ടൊരു കാര്യം പറയണ്ട. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഉണ്ട്. നിക്കണ്ട ഒരു മിനിറ്റ്, നിക്കണ്ട സ്നേഹം. എനിക്ക് സ്നേഹമില്ല. എന്തുകൊണ്ട് സ്നേഹമില്ല? ഒരുപാട് പാവപ്പെട്ട ആള് സഹായിക്കുന്നുണ്ട്. പോയി നീ ഭ്രാന്ത് വരുന്ന സ്നേഹം എനിക്ക് പോടയ്ക്ക് ഭ്രാന്ത് എടുക്കുന്നത്. ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. ഞാൻ ഇതിനൊന്നും എതിർക്കുന്നൊന്നുമല്ല. നീ പോടയ്ക്ക് ഭ്രാന്ത്. നീ ആയിട്ട് വീടായിട്ട് നമ്മൾ ഒത്തുപോയ ചെയ്യില്ല. കാരണം ശരിയായില്ല. ഇതാ കേൾക്കുന്നത്. ഭർത്താവ് കൂട്ടിക്കൊണ്ടു പോകുമ്പോ പണ്ടോ പൈസ കിട്ടും? ഭർത്താവ് എന്താ? ഭർത്താവ് കൂട്ടിക്കൊണ്ട് പണ്ടും പൈസ കിട്ടും. ഇത് എന്തിനാ ഇങ്ങനെ പോകുന്നത്? കിട്ടും. സത്യം ഇപ്പൊ മുടിയണ്ട. സൂപ്പർ. നിന്നെ പോലത്തോനാ നീ തകർക്കാനും വേണ്ടിട്ട് നോക്കുന്നുള്ളത്. അതിന്റെ ആവശ്യം നിന്നെ പോലത്തോനെ തന്നെയുണ്ട്. കാരണം സമൂഹത്തില് വേണ്ടാത്തത് ഞാൻ എതിർക്കും. എന്ത് വേണ്ടാത്ത? ഇത് കാരണം വെച്ചാൽ എത്ര പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. അതെന്താ എത്രയോ ആൾക്കാർ പൈസ കൊടുക്കുന്നില്ലെന്നോ ചിരിക്കുന്ന ഭ്രാന്ത്. വീഡിയോ ഒഴിവാക്കണം. മണ്ണാർക്കാട് എങ്ങനെ വിലക്ക് വാങ്ങാലോ? വാളയും മോതിരം ഊരി വാങ്ങല്ലേ. വെറുതെ വീങ്ങുന്നല്ല. ഇപ്പൊ ഒരു കൊല്ലത്തെ 1 കൊല്ലത്തെ വാള വരെ കിട്ടിയ ആളുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നത്? ഇല്ലതാണ്. എന്നെ അറിയുന്ന ഈ 18,000 ആളുകൾ എന്നെ സ്നേഹിക്കുന്ന
കണ്ട, തങ്ങളെ സ്നേഹിക്കുന്ന 58,000 ആൾക്കാർ, നിങ്ങളെ പോലത്തെ 3-4 ആൾക്കാരൊന്നും അല്ല. എല്ലാം സംസാരിക്കും. ഒരിക്കൽ മുണ്ടാണ്ടിക്ക് വായിക്കുന്നല്ലോ. ഇത് കേക്ക് പറയുന്ന കേക്ക്. 58,000 ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നെ അറിയുന്നോല് പോകൂല. 7 വർഷമായി മജ്‌ലിസ് തുടങ്ങിയിട്ട് 1900 ദിവസങ്ങൾ കഴിഞ്ഞു. കണക്ക് എന്ത് ചെയ്യില്ല തങ്ങൾ പറയുന്നറിയോ? 7 വർഷമായി 1900 സംതിങ് ദിവസം വരെ പറയുന്നുണ്ട് ഈ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്താക്കി? തകർക്കാൻ നോക്കി. നിങ്ങൾ തകർന്ന? ഞങ്ങളെ തകർന്ന? ഒരിക്കലും തകരിയില്ല. നിങ്ങ ഇങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിക്കോ വായി. അതുകൊണ്ട് ഇന്നെ അറിയുന്ന ഒരാളുണ്ടല്ല, അറിയാം അതെങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൊടുക്കാതില്ല, ടോക്കൺ ഇല്ല. കണ്ട അൽഹംദുലില്ലാ. ഇത് മുമ്പ് ടോക്കൺ എല്ലാം വെച്ചിട്ടുണ്ടായില്ലേ? ആഴ്ചക്ക് 4 ടോക്കൺ ഒഴിവാക്കി. നിങ്ങളെ പോലത്തെ ഡയറക്റ്റ് വന്ന് എന്നിട്ട് തങ്ങൾ പറയുന്നു അങ്ങനെയൊന്നുമില്ല. എനിക്ക് പോവാ, ഞങ്ങൾ വെറുതെ പാടില്ല. അന്ന് പാടില്ല. ഇന്നലെ കാലങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, ടോക്കൺ ടൈറ്റ് വരുമ്പോഴേ പിന്നെ ടോക്കൺ ടൈറ്റ് വരാണ്ടിരിക്കോ? കാരണം വെച്ചാല് 58,000 ആൾക്കാർ. അത് ഇപ്പൊ ഇന്ന് ഈ ലൈവിലുള്ള ആൾക്കാരെ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ 58,000 ആൾക്കാരല്ല, കോടിക്കണക്കിന് ആൾക്കാരുണ്ട് തങ്ങളടുത്ത്. എത്ര പാവങ്ങളെ സഹായിക്കുന്നത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? കിട്ടുന്നില്ല. എത്ര മക്കളെ നോക്കുന്നുണ്ട്, എത്ര പിന്നെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, എത്ര സ്വത്ത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കളിയാക്കുന്നത്, നിങ്ങൾ പിന്നെ ചീത്ത പറയുന്നത്, അത് നിങ്ങൾ പറയുന്ന പൈസ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കണ പൈസ അല്ലേ? ഇതെങ്ങനെയാണ് പറ്റിക്കുന്നത്? എങ്ങനെ പറ്റിക്കുന്നത് പറയലെന്നോ? തങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിൽ വന്നിട്ടായിരിക്കും ചില പൈസ ചോദിക്കും. അതിലൊന്നും പെട്ടുപോകട്ടോ. കണ്ടാ, ഞങ്ങളെ തങ്ങ പറയുന്ന വാക്കട്ടാ. ടോക്കന് ഒരാളും ആര് നമ്മളെ കുറ്റം പറഞ്ഞാലും അതാണ് ഞമ്മക്ക്. പിന്നെ കാരണം ചില തങ്ങ ഇപ്പൊ പറയുന്ന വാക്ക് കേട്ടാ, നീ ടോക്കന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പൈസ ചോദിക്കും. ആ പൈസ നിങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല. ഇപ്പൊ എന്റെ മുത്തുമണികൾ നിങ്ങൾ കേട്ടില്ലേ? നൂറുൽ ഹബീബിന്റെ മുത്തുമണികൾക്ക് വേണ്ടിയിട്ടാണ് നീ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് യോനെ പോലത്തെ ഓരോരോ ആൾക്കാർ എതിർക്കേണ്ട ആവശ്യം എന്ത്? നിങ്ങൾക്ക് എന്ത് തങ്ങ കുറ്റം ചെയ്ത്, എന്ത് ചെയ്ത്? നിങ്ങളിപ്പോൾ വീഡിയോ പിടിച്ചിട്ട് വരും, നിങ്ങൾക്ക് ഒരു ഈ വീഡിയോ കാണാനില്ല. നിങ്ങൾ വീഡിയോ പിടിച്ചിട്ട് വരുന്നത് എന്തെന്നറിയോ? ഇപ്പം 3500 ചോദിച്ചിന്, പിന്നെ അല്ല 3500 രൂപ എന്തിനു ചോദിച്ചിനെ? സീറ് ബാത്തിലാക്കാൻ 3500. അങ്ങനല്ല വഴി പറഞ്ഞത്. മരിക്കാതിരിക്കാൻ വേണ്ടിയിരുന്നല്ല പറഞ്ഞത്. സത്യത്തിനല്ലേ എന്റെ തങ്ങളെ. കാരണം വെച്ചാൽ ഇവനെ പോലുള്ളവരാണ് ഇതിന് എതിർക്കുന്ന തങ്ങളെ. പക്ഷെ ഞങ്ങളുടെ തങ്ങൾക്ക് കറാമത്ത് നീ കണ്ട. മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കറാമത്ത്. നീ കണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പെണ്ണുങ്ങളെ വളയുണ്ടല്ലോ, ആ വള കാണാനായിട്ട് 1.5 വർഷമായി. ഈ 1.5 വർഷത്തിനടുത്ത് തങ്ങളെടുത്ത് പോയി. തങ്ങളെടുത്തല്ല, തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് പോയി. തങ്ങളുപ്പാ തന്നെ എന്തോ പറയുന്നത്. തങ്ങളുപ്പാൻ്റെ അടുത്ത് പോയി. തങ്ങളുപ്പ പറഞ്ഞ് കിട്ടും. യാ സുഹൃത്തെ, എൻ്റെ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി, ഷോർട്സ് വീഡിയോ ഉണ്ട്. 1 മാസത്തിൻ്റെ ഉള്ളിൽ 2.5 വർഷം കഴിഞ്ഞ വള കിട്ടിയെന്ന്. ഇത് തങ്ങളുപ്പാൻ്റെ കറാമത്തല്ല. ഇതിൽ പല ആളുകളെ ഇതുവാൻ പ്രാർത്ഥനയാണ്. നിങ്ങൾ ആര് തകർക്കാൻ നോക്കിയാലും ഞങ്ങളെ തങ്ങളുപ്പാനെ നിങ്ങൾക്ക് തകർക്കാൻ കയ്യോ? നിങ്ങൾക്ക് ഇനി എന്താ ഉണ്ടാതെന്തേ നീ അങ്ങനെ കഴിയുന്നത്? കാരണം വെച്ചാൽ എത്രയോ ആളുകൾ എതിർക്കണ്ട്. എന്ത് ചെയ്തിന്? എന്ത് തെറ്റ് ചെയ്തിന്? ഞങ്ങളെ എന്ത് ചെയ്തിന്? സമൂഹത്തിൽ എന്ത് ചെയ്തിന്? കാരണം പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നതാ. എന്ത് ചെയ്യുന്ന പാവപ്പെട്ടവരൊക്കെ ഇതെല്ലാം ഏടുന്ന് വരുന്ന പൈസ? ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന്, പിന്നെന്ത് ബ്ലൂടൂത്തിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന്, ഇതെല്ലാം വരുന്ന പൈസ. അല്ലാണ്ട് തങ്ങളുപ്പ പറയുന്നു. പിന്നെ വേറെ തങ്ങളുപ്പ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് എതിരായിട്ട് ആ വോയിസ് ഇറക്കിയാളല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് അറസ്റ്റ് ചെയ്യണം. അവർക്കെതിരെ കേസ് കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും യോനെ പോലത്തെ ആൾക്കാരത് വിട്ടുകളി. നിങ്ങൾ